ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഓരോ അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്നാൽ ഈ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ അപ്ഡേറ്റുകൾ നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ സെക്യൂരിറ്റി ഫീച്ചർ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. എന്നാൽ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഫീച്ചറുകൾ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ആണോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലരുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്നുണ്ടാകാം, പലരുമായിട്ട് കോൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് അതേപോലെ തന്നെ നമ്മളുടെ കോൾ വിളിക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ ഫോണിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അത് അയാൾക്ക് തന്നെയാണോ എന്ന് നമുക്കറിയില്ല, മറ്റു പലരുടെ ഫോണിലേക്ക് പോകുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളത് മസ്റ്റായിട്ടും ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തായി നമുക്ക് എങ്ങനെയാണ് ആ സെക്യൂരിറ്റി ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്കിവിടെ അക്കൗണ്ട് സെക്ഷന് താഴെ നമുക്ക് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ അഡ്വാൻസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും 3 സെക്യൂരിറ്റി ഫീച്ചർ. ഇതിൽ 2 എണ്ണം മുൻപ് തന്നെ നമുക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ പറയുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇതിൽ കാണുന്ന 2 ഓപ്ഷൻ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ കാണുന്ന ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്ന ഭാഗമാണ് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള ഫീച്ചർ. നമ്മൾ ആദ്യത്തെ സെക്യൂരിറ്റി ഫീച്ചർ നോക്കുന്നത് ഏറ്റവും താഴെ കാണുന്ന ഡിസേബിൾ ലിങ്ക് പ്രീവിയസ് എന്ന ഫീച്ചറിനെ പറ്റിയാണ്. ഇത് നമ്മളുടെ ഫോണിൽ എനേബിൾ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ലിങ്ക് മാത്രമായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ലിങ്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് തമ്പനെയിൽ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഡിസേബിൾ ചെയ്തിടുക. അടുത്ത നമുക്ക് രണ്ടാമതായി കാണുന്ന പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ മെയിൻ ഉപയോഗം നമുക്ക് വരുന്നത് നമ്മൾ മറ്റൊരാളുടെ ഫോണിലേക്ക് നമ്മൾ കോളുകൾ ചെയ്യുമ്പോൾ ആ കോൾ കണക്ട് ചെയ്യാനെടുക്കുന്ന സമയവും അതേപോലെ തന്നെ നമ്മളുടെ IP അഡ്രസ്സിൻ്റെ സ്റ്റാറ്റസും ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതെന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ ഡാറ്റ ചോരുന്നത് തടയുന്നതിന് നമ്മളുടെ IP അഡ്രസ്സും നമ്മൾ മറ്റൊരാളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാനെടുക്കുന്ന സമയത്ത് മറ്റുള്ളവരും ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ഓൺ ചെയ്ത് വയ്ക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്നൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് നമ്മൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായി ലഭിക്കുന്ന ആ സെക്യൂരിറ്റി ഫീച്ചർ. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നും അതേപോലെ തന്നെ അന്യരാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്ന മെസ്സേജും അതേപോലെ തന്നെ ലിങ്കുകളും എല്ലാം ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, വന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾക്ക് വാട്സാപ്പിൽ നമ്മൾ കോൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ IP അഡ്രസ്സും നമ്മളുടെ ഡാറ്റാസും ഒക്കെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.